നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ഡേ 20. പതിവ് പോലെ വളരെ പ്രതീക്ഷയോടെ ഞാൻ വീട്ടിൽ നോക്കി. എന്തും 65 ആണ്. ഇന്ന് ഞാൻ ലേറ്റായിട്ട് എണീറ്റോട് ചിയർസ് ബെറ്റർ ഉണ്ടാക്കാൻ നോക്കിയില്ല. ജസ്റ്റ് തേയില വെള്ളമായിരുന്നു. സാറ്റർഡേ ആണല്ലോ പറഞ്ഞിട്ട് എല്ലാ സാറ്റർഡേ നമ്മൾ ലേറ്റാണ്. ഇന്ന് വേണ്ട നമ്മുടെ സ്ഥിരം പരിപാടി സാറ്റർഡേ അടുത്തുള്ള വീട്ടിലെ കടയിൽ നിന്ന് മേടിക്കുന്ന പൂരിയാണിത്. കടയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആൻറ്റി ഉണ്ടാക്കുന്നതാണ്. അത് കഴിച്ചു. ഇന്ന് ഒരിക്കലുള്ള ദിവസമാണ്. ഞാൻ വിചാരിച്ചു വേറൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളൊരു കാര്യം കാണിക്കാമെന്ന്. കാരണം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയുന്നത് ഇനി എന്തോരമാണ് കഴിക്കുന്നതെന്ന്. മീൻസ് പ്ലേറ്റ് വീഡിയോയിൽ കാണുമ്പോൾ വളരെ വലുതും അതിൽ ഒരുപാട് ഫുഡ് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള പ്ലേറ്റൊക്കെ വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഓരോ പാത്രവും ഇരിക്കുന്നത്, ഞാൻ കഴിക്കുന്നത് മാത്രം എന്ത് ചെറുതാണ് എന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ എല്ലാ പാത്രവും വലിച്ചു പെറുപ്പിയെടുത്തോണ്ട് വരികയാണ്. ഇതാണ് നോർമൽ ഇവിടുത്തെ പ്ലേറ്റ്. അത്യാവശ്യം ബിഗ് പ്ലേറ്റ് ആണിത് കേട്ടോ. ഇതിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കാരണം ഇത് ഇച്ചിരി സൈഡൊക്കെ ഇച്ചിരി ചരിഞ്ഞിരിക്കുന്ന കാരണം എനിക്കത്ര ഇഷ്ടമല്ല. ഈ പ്ലേറ്റാണ് ഇവിടെ സ്ഥിരം എല്ലാവരും കഴിക്കുന്ന പ്ലേറ്റ്. അത്യാവശ്യം വലുതാണ്, ചോറും കറി എല്ലാം ഉൾക്കൊള്ളുന്ന പ്ലേറ്റാണ്. എനിക്കിഷ്ടമാണ് ഈ പ്ലേറ്റ് കഴിക്കാൻ, പക്ഷേ വലുതാണ് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഡയറ്റ് സമയത്ത്. ഇത് പിന്നെ ഇച്ചിരി കൂടെ ഒരു മീഡിയം പ്ലേറ്റ് ആണ്. അതേ സൈസ് എന്ന് പറയാം, പക്ഷെ എന്നാലും മറ്റേ പാത്രം അത്ര ഉൾക്കൊള്ളത്തില്ല ഈ പാത്രം. ഇത് ഞാൻ ഒരുപാട് ആശിച്ച് മേടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പം വീട്ടിൽ മേടിച്ചതാണ്. ഈ അടുത്തുള്ള വീട്ടിലൊക്കെ ആൾക്കാർക്ക് ഈ പ്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റീവിലൊക്കെ ഇങ്ങനത്തെ പ്ലേറ്റ് കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇത് പ്ലേറ്റ് മേടിച്ചതാണ്. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചത് ഏകദേശം മോർ ദാൻ 10-15 ഇയേഴ്സ് പഴക്കമുള്ള പ്ലേറ്റാണ്. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പ്ലേറ്റിലാണ് ചിലപ്പോഴൊക്കെ ഞാൻ കഴിക്കാറുള്ളത്. ഇത് ഈ വീഡിയോ കാണാൻ അത്രയും ഭംഗിയൊന്നുമില്ല, കാരണം കുറേ പാടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. നിങ്ങൾക്ക് എല്ലാവരും എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. ഈ പ്ലേറ്റിലാണ് ഞാൻ കഴിക്കുന്നതെന്ന്. നമുക്ക് ആ പ്ലേറ്റ് മറ്റുള്ള പ്ലേറ്റിനെ അപേക്ഷിച്ച് എന്ത് ചെറുതാണെന്ന്. ഇപ്പോൾ ഈ മീഡിയം പ്ലേറ്റുമായിട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കും കുറേ സ്പേസ് വീണ്ടും ബാക്കിയുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് വേറെയും പ്ലേറ്റ്സുമായിട്ടും കമ്പയർ ചെയ്ത് നിങ്ങളെ വേണേൽ കാണിക്കാം. അത്രയ്ക്ക് ചെറുതാണിത്, കണ്ടോ? ഈ ഫോട്ടോയിലെ വീട്ടിൽ കാണുന്നതിൻ്റെ ആ ഒരു വലുപ്പമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മറ്റുള്ള പ്ലേറ്റിനെ അപേക്ഷിച്ചൊക്കെ ആണെങ്കിൽ വളരെ ചെറുതാണിത്. പറഞ്ഞു വരുമ്പോൾ ഒരു 2 ഇഡലി ഒരു കറി ഒഴിക്കുമ്പോൾ തന്നെ സ്പേസ് പോകും. കണ്ടോ? എല്ലാ പ്ലേറ്റിനകത്തും ഇച്ചിരിയായിട്ട് അതേ ഉള്ളൂ. ഒരുപാട് സ്പേസ് വീണ്ടും ബാക്കി കാണിക്കുന്നുണ്ട് നമുക്ക്. ഇതിൽ പിന്നെ ഞാൻ വേറൊരു പ്ലേറ്റും കഴിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു കുഞ്ഞു പ്ലേറ്റ്. അത് ഇതിനേക്കാൾ ചെറുതാണ്. ചിലപ്പം എനിക്ക് ഇതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി മതി, ഇനി ഒരുപാട് എടുക്കണ്ട എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഞാൻ ആ പ്ലേറ്റ് എടുക്കാറുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്കിന്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.